ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. വലുതരമേർത്തി ഹല്ലേലൂയ, വലുതരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന്റെ കാരുണ്യവും ദൈവത്തിന്റെ സ്നേഹവും ഒരിക്കൽ കൂടി once again a new love, a new day, a new grace. അതേ മക്കളെ കഴിഞ്ഞ ആഴ്ച കിട്ടിയതല്ല, ഒരു പുതിയ സ്നേഹം കിട്ടാൻ പോവുക, ഒരു പുതിയ അനുഗ്രഹം കിട്ടാൻ പോവുക, ഒരു പുതിയ കൃപ കിട്ടാൻ പോവുക, ഒരു പുതിയ സൗഖ്യം കിട്ടാൻ പോവുക, ഒരു പുതിയ അനുഗ്രഹം കിട്ടാൻ പോവുക. ഹല്ലേലൂയ. വലുതരമേർത്തി വിളിച്ച് ഹല്ലേലൂയ. നമ്മളെ കർത്താവിൽ എന്തുമാത്രം ആശ്രയിക്കുന്നു, നീ വിശ്വസിക്കുന്നെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. വൈകുന്നേരം ഇപ്പൊ ഒരു മകള് അവിടെ സാക്ഷ്യം പറയുന്നുണ്ട്, വളരെ മനോഹര, അവൾക്ക് ഡോക്ടറാകണം, അവൾക്ക് CMC വേണം. നീ ആഗ്രഹിക്കുന്നതിന് മുകളിൽ അഭിഷേകം നിനക്ക് വേണ്ടി നിന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇത് പലതരം തടസ്സങ്ങളിലൂടെ ഈ പെൺകുട്ടി കടന്നു പോവുക. അവൾ പറയുന്ന സാക്ഷ്യമുണ്ട്, മനോഹരമാണ്. ഇന്ന് വൈകിട്ട് അവൾ UK പോവുക. അവൾക്ക് UK പോയി പഠിക്കണം, ജോലി കിട്ടണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ്. അവൾ പറയാം ആകെ 6 കുട്ടികൾ, ആകെ സീറ്റേ ഉള്ളു ആകെ യൂണിവേഴ്സിറ്റിയിൽ. ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനെ അവരെടുക്കുക. നോക്കി എത്ര പേര്, എത്ര റിക്വസ്റ്റ് വന്നിട്ട്. അവൾ നേരത്തെ അവൾ കൂട്ടുകാരികളൊക്കെ പോയി, അവരുടെ എല്ലാം ജോലി ആയി. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇവൾക്കൊരു ഹയർ എഡ്യൂക്കേഷനും ഹയർ ജോലിക്കുമുള്ള ഒരവസരം ഒരുക്കി കൊടുക്കുക. ദൈവമക്കളെ, നീ പറയും ഫയൽ അടച്ചെന്ന്, കർത്താവ് ഫയൽ അടച്ചെന്ന്. കർത്താവ് ഫയൽ അടയ്ക്കുകയല്ല, കർത്താവ് നിന്റെ ഫയലിനെ ഉയർത്തി വെക്കുക ചെയ്ത്. ഹല്ലേലൂയ. മറ്റേത് പറയാ ഹല്ലേലൂയ, വലുതരമേർത്തി ഹല്ലേലൂയ. കർത്താവ് ഒരു ഹയർ ബ്ലെസ്സിംഗ് ഉണ്ട് മക്കളെ. നിനക്ക് ഇന്നലെ കിട്ടിയ അനുഗ്രഹമല്ല, ഇന്ന് നിനക്കൊരു പുതിയ അനുഗ്രഹവും ഒരു ഉയർന്ന അനുഗ്രഹവും ഒരു ഉന്നതമായ അനുഗ്രഹവും കർത്താവ് തരികയാണ്. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമായി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമായി പറഞ്ഞേ ഹല്ലേലൂയ. ബിലിയോ മക്കളെ, ഇന്ന് കർത്താവ് ഒരു പുതിയ കാര്യം, നിന്റെ ഇൻട്രസ്റ്റ് കൂടി, നിന്റെ ഡിപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് കൂടി. നീ 100 രൂപ ബാങ്കിലിട്ടെങ്കിൽ ഇത് 150 രൂപയായിട്ടുണ്ട്. നീ ഒരു തുള്ളി കണ്ണീരാ കർത്താവിന്റെ സ്ഥലത്ത് വീഴ്ചയെങ്കിൽ 1000 തുള്ളി അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് തന്നിട്ടുണ്ട്. കുറയുന്നതല്ല മക്കള്, ദൈവാനുഗ്രഹങ്ങൾ കുറയുന്നതല്ല, ദൈവാനുഗ്രഹം കൂടുന്നതാ. ഹല്ലേലൂയ. ചെതിപ്പക ഹല്ലേലൂയ. ചെതിപ്പക ഹല്ലേലൂയ. ചെതിപ്പക ഹല്ലേലൂയ. ഞങ്ങള് ദൈവിക സൗഭാഗ്യമുണ്ട് കേട്ടോ, ഒരു ദൈവിക സൗഭാഗ്യം എന്നൊരു കാര്യം. നമുക്ക് ലോകത്തിന്റെ സൗഭാഗ്യം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പൊന്നുമക്കളെ ദൈവിക സൗഭാഗ്യമുണ്ട്. ദൈവിക മേഖലകളിലൂടെ കണ്ണോടിക്കാനായിട്ടുള്ളൊരു അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച 5 അപ്പം കൊണ്ട് നിൽക്കുക ശിഷ്യന്മാര്. ഈശോ കാണുന്നത് 5000-ലധികം പുരുഷന്മാര് തന്നെ ഭക്ഷിച്ച് തൃപ്തനാകുന്ന ഒരു ദർശനം ഈശോ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ see beyond, you have to see beyond. അപ്പുറത്തുള്ള കാഴ്ചകള്, ഉന്നതമായ കാഴ്ചകള്, ഉന്നതങ്ങളുടെ കാഴ്ചകള് ദൈവമക്കള് കാണണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ ഒരു വലിയൊരു കൃപയുണ്ട് ദൈവമക്കളെ ജീവിതത്തിൽ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത. ഇന്നലെ ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു, ഞായറാഴ്ച. ചില കാണാൻ വരുന്നൊരു ഞായറാഴ്ചയാണ് വരണ്ട കേട്ടോ. നിങ്ങൾ ആ ദിവസങ്ങളിൽ വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ, ബാക്കി ദിവസങ്ങളിൽ വന്നാൽ നിങ്ങൾ കഷ്ടപ്പെടും. ഇന്നലെ തിങ്കളാഴ്ച ഒരു കുടുംബം വന്ന് വെളുപ്പാങ്കാലത്ത് വന്നിട്ട് ഉച്ചയായപ്പോഴാണ് ഞാൻ തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് നിങ്ങളെന്നെ കാണാൻ വരുന്നവർ, പ്രാർത്ഥിക്കാൻ വരുന്ന ആഗ്രഹിക്കുന്ന ഞായറാഴ്ചകളിലുണ്ടാവും, ബാക്കി ദിവസങ്ങളിൽ ഉണ്ടാവില്ല. ഉണ്ടാകാം, അറിയത്തില്ല. ഞങ്ങൾ ഈ കുടുംബം ഇങ്ങനെ പറയും, അച്ഛാ എത്രയോ വർഷമായി മക്കളില്ലായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ വിമലേരി മാതാവിൻ്റെ പെരുന്നാൾ സമയത്ത് വന്ന് ആദ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറഞ്ഞു, അടുത്ത കൊല്ലം പെരുന്നാളിന് നീ കുഞ്ഞുമായിട്ട് വരത്തുള്ളൂ. പല ഡോക്ടർമാരെ കണ്ടു, പല മരുന്നുകൾ പറഞ്ഞു, എല്ലാം പറഞ്ഞു, ഒന്നും ഒരു രക്ഷയില്ലാതെ, ഒന്നും വർക്കൗട്ട് ആവുന്നില്ല.
പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു അഭിഷേകം കൊടുക്കുക പൈതലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. That's a higher blessing മക്കളെ. കർത്താവ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നൊരു കർത്താവ്. അവന് ഡീപ്രൊമോട്ട് ചെയ്യുന്നൊരു കർത്താവല്ല. ഹല്ലേലൂയ. ലോകത്തിന്റെ ക്രമത്തിൽ ഡീപ്രൊമോഷൻ ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, ഡിസ്മിസൽ ഉണ്ട്. ദൈവത്തിന്റെ വൊക്കാബുലറിയിൽ അത് പ്രൊമോഷൻ. കർത്താവ് ഉയർത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തകർച്ചയോ ഒരു നൊമ്പരമോ ഒരു രോഗമോ ഒരു ദുഃഖമോ ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സമയത്ത് ഓൺലൈനായിട്ട് ഈ പങ്കെടുക്കുന്ന മക്കള്, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളൊക്കെ കടന്നു പോകുന്ന മക്കളായിരിക്കും അത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. He is going to promote you for a higher position, for a higher blessing. ദൈവത്തിന്റെ രീതി അങ്ങനെയാ മക്കളെ. ഹല്ലേലൂയ. ഒരു താഴ്ന്ന ജോലി ചെയ്യേണ്ട നിനക്ക് ആ ജോലി കിട്ടാതിരിക്കും. നീ താഴ്ന്ന ജോലിക്ക് വേണ്ടി ചോദിച്ചോണ്ട് ദൈവം തരത്തില്ല. അത് നീ ഒരു താഴ്ന്ന ജോലിക്ക് വേണ്ടി ചോദിച്ച ദൈവം അത് തരത്തില്ല. കർത്താവ് നിനക്ക് ഒരു ഹയർ പ്രൊഫഷനാ തരാൻ പോകുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് എളിയവരെ ഉയർത്തി, അവിടുന്ന് എളിയവരെ ഉയർത്തി അഹങ്കാരികളെ താഴ്ത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ രീതിയാ മക്കൾ. നീ ദൈവത്തിൽ ആശ്രയിച്ചു എന്നോണം. 100% ദൈവത്തിൽ ആശ്രയിച്ചു എന്നോണം. ദൈവത്തിന്റെ കരുണയിൽ നീ സബ്മിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എംബസിയിൽ നിന്റെ ഫയല് തള്ളിയെന്നിരിക്കും, മന്ത്രിയുടെ മേശപ്പുറത്ത് നിന്റെ ഫയല് തള്ളിയെന്നിരിക്കും, കളക്ടറേറ്റ് നിന്റെ ഫയല് തള്ളിയെന്നിരിക്കും. പക്ഷെ അന്നേരം ആ ഫയൽ എടുത്ത് ദൈവം തമ്പുരാൻ മുകളിലത്തെ ടേബിളിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ദൈവത്തിന്റെ ഒരു പ്രമോഷൻ. ബിലീവ് ഇൻ ദ പ്രമോഷൻ ദാറ്റ് ഗോഡ് ഗിവ്സ്. കർത്താവ് തരുന്ന പ്രമോഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. കർത്താവ് തരുന്ന ഉറപ്പാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, വലുതേരെ വെറുതെ ഹല്ലേലൂയ, വലുതേരെ വെറുതെ ഹല്ലേലൂയ. എന്റെ അപ്പച്ചൻ 79 വയസ്സെന്നാ പറഞ്ഞ. വളരെ സീരിയസ് ഉള്ള ക്യാൻസർ രോഗത്തിലൂടെ കടന്നുപോയി മനുഷ്യൻ. മക്കളൊക്കെ അമേരിക്കയില. മക്കൾ പറഞ്ഞ അപ്പച്ചൻ ഇറങ്ങി പോരാൻ പറഞ്ഞു. അപ്പച്ചൻ പറയാം, വിമലേരി കത്തീഡ്രലിൽ വന്ന നമുക്ക് ആ കുരിശുരൂപത്തെ നോക്കിയിട്ട് അങ്ങ് കരഞ്ഞു. അദ്ദേഹം ആ കുരിശുരൂപത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. അദ്ദേഹം, മോനെ നീ പോയിട്ട് മടങ്ങി വാ. ഈ അപ്പച്ചൻ പറയാ, പിന്നെ എന്റെ മനസ്സിൽ ക്യാൻസർ എന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല. പിന്നെ ഈ രോഗം, അതായത് ശ്വാസകോശത്തില് ബോണില് നോർമൽ കേസിൽ തട്ടിപ്പോണ്ട കേസാ. അത് നോർമൽ കേസാ, നാച്ചുറലി. ബട്ട് സൂപ്പർ അപ്പച്ചന് ആൾക്കാരൊക്കെ സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. ക്യാൻസറിൽ നിന്ന് ശരീരം തിരിച്ചു അമേരിക്കപ്പെട്ട് തിരിച്ചു വന്നിരിക്കുക. കാരണം അദ്ദേഹത്തോട് ഈശോ പറഞ്ഞത്രേ, മോനെ നീ പോയിട്ട് തിരിച്ചു വരാൻ. അത് കേൾക്കണം. നമ്മൾ പ്രാർത്ഥന ചൊല്ലി ദൈവത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടോ മക്കളെ? God has something to tell you. തമ്പുരാന് നിന്നോട് എന്തോ പറയാനുണ്ട്. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങളെ ലിസൺ ചെയ്യണം. ഒരു 10 മിനിറ്റ് ഞങ്ങൾ മിണ്ടാതെ ദൈവത്തിന് മുമ്പിൽ ഇരുന്നോണം. ഒരു പുസ്തകം വായിക്കേണ്ട, ഒരു വയലം ചൊല്ലണ്ട, ഒരു ജവമാലയും ചൊല്ലണ്ട. ഒരു 10 മിനിറ്റ് കുർബാനെ നോക്കി അങ്ങനെ കൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് ഈശോ ക്രൂശിതനെ നോക്കിയിരിക്കണം. ഒരു 10 മിനിറ്റ് നിങ്ങൾ കരുണയുടെ നാഥനെ നോക്കിയിരിക്കണം, അല്ല അമ്മയെ നോക്കി, അന്തോണിസ്വരാൽ നോക്കിയിരിക്കണം. 10 minutes without any talk. അത് ദൈവത്തിന്റെ സമയം, നിന്റെ സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. പരീക്ഷയുണ്ടല്ലോ, വൈവ എക്സാമിനൊക്കെ പോയി 10 മിനിറ്റ് പറഞ്ഞോളാൻ പോയി ഉത്തരം. 10 മിനിറ്റേ ഉള്ളൂ. ഇതുപോലെ ദൈവത്തിന് 10 മിനിറ്റ് നീ പറഞ്ഞു, ബാക്കി 20 മിനിറ്റ് നീ ദൈവത്തെ കേൾക്കണം. ഹല്ലേലൂയ. ജീവിതം മാറാൻ തുടങ്ങും മക്കളെ. ഇത്രയും കാലം നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ മാറാത്തത്. ഇനി കർത്താവിന് നമ്മൾ ശ്രമിച്ചു തുടങ്ങുമ്പോ, കർത്താവ് നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു ചേച്ചി വന്ന സാക്ഷിയാണ്. എനിക്ക് രസം തോന്നി, ചിരി വന്നു. വാസ്തവത്തില് ചേച്ചി ബൈബിള് വായിക്കുന്ന എങ്ങനെ, ഒരു നിയോഗം എഴുതി അങ്ങോട്ട് വെക്കും, എന്നിട്ട് വചനം വായിക്കും. അടുത്ത നിയോഗം എഴുതും, അടുത്ത അധ്യായം വായിക്കും. കാഞ്ഞ ബുദ്ധിയാ കേട്ടോ, കാഞ്ഞ ബുദ്ധിയാ. വിഷമം പറഞ്ഞിട്ട് വഞ്ഞി കർത്താവ് സംസാരിക്കാൻ.
ഈ ഒരു അധ്യായം ബൈബിളിനെ കർത്താവ് സംസാരിക്കുന്നതാ. നിങ്ങൾ ഏതെങ്കിലും ധ്യാനഗുരു ഇങ്ങനെ പറഞ്ഞു തരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജീവിതത്തിന്റെ നൊമ്പരത്തിൽ നിന്ന് ചേച്ചി പറഞ്ഞു തന്ന പ്രാർത്ഥനാ രീതിയായത്. നിന്റെ നിയോഗം പറഞ്ഞിട്ട് ബൈബിള് നോക്കട്ടെ, ഒരു അധ്യായം കൊണ്ട് വായിക്കണം. പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. എല്ലാവരും കൂടെ മിണ്ടാതിരിക്കുന്നോ ദേഷ്യപ്പെട്ടിരിക്കുന്നോ അതോ ചേച്ചി പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ? അതാ നിങ്ങളെ പ്രാർത്ഥിക്കേണ്ട രീതി. നിന്റെ വിഷമം പറഞ്ഞ് നീ ഒരു അധ്യായം ബൈബിള് വായിച്ചു. നിന്റെ സങ്കടം പറഞ്ഞ വീണ്ടും ഒരു അധ്യായം ബൈബിള് വായിച്ചേ. പറ്റുമെങ്കിൽ ഒന്ന് ബൈബിൾ എടുത്ത് വെച്ച് എഴുതിക്കേ. കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥയായിരുന്നു, ഡിപ്രഷൻ, മാനസിക രോഗം. വന്നപാടെ ഞാൻ ചേച്ചിക്ക് വട്ടമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഒരുപാട് മാനസിക രോഗ ഡോക്ടർമാർ ഇറങ്ങിയിട്ടുണ്ട് മക്കളെ. സത്യമാകട്ടോ, മനസ്സിന്റെ ബലമൊക്കെ മനുഷ്യന് പോയിട്ടിരിക്കുക. കുറച്ചധികം കച്ചവടക്കാർ, മനസ്സിന്റെ കച്ചവടക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടു 1000 രൂപ അങ്ങോട്ട് കൺസൾട്ടിങ് ഫീസ്, 1000-500 കണ്ടോ. മനസ്സിൽ വല്ലാത്ത സങ്കടമാണ് ചെയ്യുന്നത് നിങ്ങൾ. അങ്ങനെയാണ് ഈ കുമ്പസാരിപ്പിക്കുന്ന അച്ഛന്മാർക്ക് എന്നാ കൊടുക്കണം? ഒരാളോട് ചെയ്തിട്ട് മനസ്സിന് സങ്കടം സാഹചര്യം പറഞ്ഞാൽ 500 രൂപ എടുത്ത് വെച്ചിട്ട് കയറിയാൽ മതി അങ്ങോട്ട്. നിങ്ങൾ കുമ്പസാരത്തിന് എന്നാ വിലയിടും? ഈ കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ എന്നാ വിലയിടും? മിണ്ടാതിരിക്കുക. ഇനി വിലയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതുകൂടെ കൊടുക്കണമല്ലേ അയച്ച്. നിങ്ങളുടെ വിലയൊന്നും വേണ്ട, അത് ഫ്രീയാ. അച്ഛന്മാർക്ക് കർത്താവ് ഫ്രീ ആയിട്ട് കൊടുത്ത ഗിഫ്റ്റാ അത്. ഹല്ലേലൂയ. ഈ ഡോക്ടർമാരും ഇതൊക്കെ ശരിയാണ്, MBBS കൈക്കൂലി കൊടുത്തിട്ടൊക്കെയാണ് കയറിയത്, ഫീസ് കൊടുത്തിട്ടൊക്കെ. എന്നാലും എൻ്റെ പൊന്നു മക്കളെ, ആയുസിനോടല്ലേടാ നീ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ പൊന്നു ഡോക്ടർ സാറന്മാരെ, എന്നെ പൊന്നു ആശുപത്രി സ്ഥാപകരെ, നിങ്ങൾ ജീവനുമായിട്ടല്ലേ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കണേ. മരിച്ച മനുഷ്യനെ വീണ്ടും വെന്റിലേറ്റർ ഇട്ട് ഇടിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്റെ പൊന്നു മക്കളെ, ജീവനോട് കളിക്കാന്ന്, ദൈവത്തോട് കളിക്കാന്ന്. അതിന്റെ ജീവനോട് ഡോക്ടർമാരൊന്നും ആദ്യം പൈസ ഞാൻ പറയും ന്യായമായിട്ട് ഇതൊക്കെ ജീവിക്കാനുള്ള വാങ്ങിച്ചു. നമ്മൾ അതിനപ്പുറത്തൊക്കെ വാങ്ങിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വീട്ടിൽ കൺസൾട്ടൻസി ഫ്രീ ആയിട്ട് നടത്തണം. വീട്ടിൽ കൺസൾട്ടൻസി ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണം. അത് എന്നാണ് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? പരിശുദ്ധാത്മാവ് തോന്നി നിങ്ങൾ വീട്ടിൽ തോന്നി വെച്ചിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കണം. അത് ശമ്പളം വാങ്ങിക്കുന്നിടത്ത് നിങ്ങൾ എന്തായാലും ജോലി ചെയ്യുന്നില്ല, അവിടുന്ന് വാങ്ങിച്ചോ. എന്തു പറ്റുമെന്ന് അറിയാം, നിങ്ങളുടെ കുടുംബത്തിൽ രോഗം വരത്തില്ല. പിന്നെ നിങ്ങളുടെ മക്കളെ, തലമുറകളെ വീണ്ടും ദൈവം ഡോക്ടറാക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, വലതുകരം ഉയർത്തി ഹല്ലേലൂയ, വലതുകരം ഉയർത്തി ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തനമുണ്ട് മക്കളെ. ദൈവത്തിന്റെ കരുണയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മളെ ജീവിക്കാൻ നമുക്ക് ജീവനുള്ളവരാകാം. ജീവനോട് നമുക്കൊരു ബഹുമാനം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളൊരു ഹയർ ബ്ലെസ്സിങ്, എ പ്രൊമോഷൻ കർത്താവ് തരുന്നുണ്ട്, ഒരു ഉയർച്ച തരുന്നുണ്ട്. ദുഃഖിച്ച് വിഷമിച്ചിരിക്കും. നിങ്ങളിത് കണ്ടോ? നിങ്ങളിത് അറിയുമ്പോൾ ഒരു വലിയ അപ്പച്ചൻ പറഞ്ഞല്ലേ, പിന്നെ എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന് അനിയന് ഇതേ അസുഖം വന്ന് അനിയൻ മരിച്ചും പോയി. നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞത്? ഈ അപ്പച്ചന്റെ അനിയൻ ഇതേ അസുഖമായിട്ട് അപ്പച്ചന്റെ അനിയൻ മരിച്ചുപോയി. കുരിശിൽ നിന്ന് സ്വരം കേട്ട ചേട്ടൻ ഇപ്പോൾ ജീവിക്കുക. ഇത്രയും സീരിയസ് ആണ് രോഗമല്ലായിരുന്നു അനിയന്റെ അസുഖം. ദൈവ പൈതലേ, നമ്മളിൽ പലരും മരിച്ചു പോകുന്നത് ദൈവത്തിന്റെ സ്വരം കേൾക്കാത്തത് കൊണ്ടാണ്. ഉറപ്പാന്നേ, നിങ്ങൾ ഹല്ലേലൂയ വിളിച്ചില്ലാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന്റെ സ്വരം കേൾക്കാത്തത് കൊണ്ട്, ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട്, ദൈവത്തിന്റെ വഴി നടക്കാത്തത് കൊണ്ട് എന്ന് വെച്ചാൽ മരിച്ചുപോയവരെല്ലാം അങ്ങനെയാണെന്നല്ല അച്ഛൻ പറയണേ. പലരും ഒരുപാട് സഹിക്കുന്ന അതുകൊണ്ടൊക്കെ മക്കളെ. ദൈവത്തിന്റെ വഴി നിൽക്കുമ്പോൾ നിനക്കൊരു എന്ത് രോഗമാവട്ടെ, എന്ത് വേദന ആയിക്കൊള്ളട്ടെ, നിനക്ക് ദൈവസന്നിധിയിൽ ഒരു ആനന്ദം ഉണ്ടാവും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. 6-ാം അധ്യായം 35-ാം വാക്യം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. ദിസ് ഈസ് ദ ബ്രെഡ് ഓഫ് ലൈഫ്. നിങ്ങൾ എന്നാ പൊറോട്ട അടിച്ചാലും ശരി, എന്നാ ദോശ കഴിച്ചാലും ശരി, എന്നാ അപ്പം തിന്നാലും ശരി, നിങ്ങൾ മരിച്ചു പോകും. ഞാനാണ് ജീവന്റെ അപ്പം. You have to eat me എന്നതിന്റെ അർത്ഥം നിങ്ങൾ എന്നെ തിന്നണം, നിങ്ങൾ എന്നെ തിന്നണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തിന്നിട്ടുണ്ടോ മക്കളെ? എനിക്കറിയാം വാക്കുകളൊക്കെ വെച്ച് കട്ടിയാ, എന്നാലും ഞാൻ അതേ വാക്ക് ഉപയോഗിക്കും. കാരണം അങ്ങനത്തെ വാക്ക, ആ വാക്കെന്നാന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈശോ തിന്നണം. ഈശോ തിന്നിട്ടുണ്ടോ? നമുക്ക് ഈശോ ഇങ്ങനെ ആരാധിക്കാനൊക്കെ ഇഷ്ടം. ഈശോ തിന്നണം. ഹല്ലേലൂയ. തിന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയോ? ശരീരത്തെ മുഴുവൻ അങ്ങോട്ട് വ്യാപിക്കും. ചോരയിൽ ഇങ്ങനെ കലരും, അസ്ഥിയിൽ ഇങ്ങനെ കലരും, ഇങ്ങനെ ബ്രെയിനിലേക്ക് കടന്നു വരും, കണ്ണിലേക്ക് കടന്നു വരും, കാതിലേക്ക് കടന്നു വരും. ശരീരം മുഴുവൻ അവൻ പരക്കും. ഹല്ലേലൂയ. ശരീരം മുഴുവൻ പരക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ. രണ്ടാഴ്ച മച്ചൻ പറഞ്ഞില്ലായിരുന്നു, അമേരിക്കയിൽ അനേകം യുവാക്കന്മാര് സഭയിലേക്ക് മടങ്ങി വരിക. അനേകം 70% വരെ വന്നൊന്നൊക്കെ ചില ദേശങ്ങളിൽ. ആ നാട്ടിൽ 100 യുവാക്കന്മാരുണ്ട്, 70 യുവാക്കന്മാർ പള്ളിയിലെത്തിക്കഴിഞ്ഞെന്ന്. ഞങ്ങൾക്കൊരു സന്തോഷമൊന്നുമില്ലല്ലോ. ആര് പള്ളിയിൽ പോയി നിങ്ങൾക്ക്? ഹല്ലേലൂയ. വലിയ സർപ്രൈസ് അല്ലേ ഇത്? നമ്മുടെ നാട്ടിലില്ലല്ലോ. നമ്മുടെ നാട്ടിൽ 50% പിള്ളേർ പള്ളിയിൽ പോകുന്നുണ്ടോ മക്കളെ? 50%. നിങ്ങളുടെ മക്കൾ എത്ര പേര് പള്ളി ഞായറാഴ്ച പോകുന്നുണ്ട്? എനിക്ക് ഈ ഞായറാഴ്ച വലിയ സങ്കടം വന്നു. വെവലേരി ഞാൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുക. പ്രസംഗം വരെ അവൻ ഇന്ന് കേട്ടു. ഒരു നിക്കറൊക്കെ ഇട്ട് വന്നൊരു ചെറുക്കൻ, 10-20 വയസ്സുണ്ട്. പ്രസംഗം കഴിഞ്ഞപാട് അവൻ ഇറങ്ങിപ്പോയി. അവനതിലെ ഫോൺ വിളിച്ച് വെളിയിൽ കൂടെ നടക്കുന്നത് എനിക്ക് കാണാം. അത് നമുക്കറിയാം, വെമലേരി നിന്ന് കഴിഞ്ഞാൽ വെളിയിൽ മുഴുവൻ കാണാൻ പറ്റും. ഇവനത് കഴിഞ്ഞിട്ട് ഒരു കുർബാന സ്വീകരണ സമയം കയറി വന്നിട്ട് കുർബാനയെ സ്വീകരിച്ചുകൊണ്ട് പോയി. എനിക്ക് പൊട്ടിക്കരയാൻ തോന്നി കേട്ടോ. പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല. ദൈവങ്ങളെ ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് പള്ളി വരാവുള്ളൂ. സ്വിച്ച് ഓഫ് യുവർ ഫോൺ വൈൽ യു എൻ്റർ ദ ചർച്ച്. നിനക്കൊന്നും നഷ്ടപ്പെടും. ഫോൺ ഓഫ് ചെയ്ത് വെക്കണം. പണ്ടൊക്കെ ഇങ്ങനെ എഴുതി സ്വിച്ച് ഓഫ് യുവർ ഫോൺ. ഞാൻ പറഞ്ഞു, ദൈവത്തെ ഭയമുണ്ടെങ്കിൽ ഫോൺ. ആ ദൈവത്തെക്കാളും വലിയൊരുത്തൻ നിങ്ങളെ വിളിക്കാനില്ലെന്ന്. ദൈവത്തെക്കാളും വലിയ ആരോടാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? ഏത് പ്രധാനമന്ത്രി വിളിക്കട്ടെ, ഏത് പ്രസിഡന്റ് വിളിക്കട്ടെ, ഏത് രാജാവ് വിളിക്കട്ടെ, സ്വിച്ച് ഓഫ് ചെയ്യണം മക്കളെ പള്ളിയിലോട്ട് കയറുമ്പോൾ. ഞാനൊന്നും എനിക്ക് വല്ലാത്ത സങ്കടമാണ്. എൻ്റെ അടുത്തല്ലേ കുർബാനയ്ക്ക് സ്വീകരിക്കാൻ വന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ കുർബാന 1 സെക്കൻഡ് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തേനെ. പക്ഷെ എൻ്റെ അടുത്ത് എനിക്ക് ഞാൻ ആത്മാർത്ഥപ്പെട്ട് പറയാം, ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ വലിയ സങ്കടമാണ്. ഈശോയെ ബഹുമാനിക്കാതിരിക്കുക. ഈശോ അവനറിയത്തില്ലാഞ്ഞിട്ടാകട്ടോ, അവനറിയത്തില്ല ഇതെന്താന്ന്. ഈ കുർബാനയില്ലാന്ന് അവൻ അറിയത്തില്ല. അവനൊരു ചടങ്ങാണിത്. എൻ്റെ കല്യാണ വീട്ടിൽ വിരുന്നിന് പോയ പോലെ അവൻ്റെ പരിപാടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് നൊമ്പരം ഉണ്ടെന്നറിയാമോ? പള്ളിവിനും സ്വിച്ച് ഓഫ് ചെയ്താണ് ഫോണ്. ആര് വിളിച്ചാലും എടുക്കല്ല. എത്ര തല പോകുന്നത് നിങ്ങൾ എന്ത് പറ്റുന്നറിയാവോ? നിന്റെ ഫോണിൽ ഫോൺ കോൾ വരും. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ഫോൺ കോള്, നിന്റെ ജീവിതത്തിൽ അഭിഷേകമാകുന്ന ഒരു ഫോൺ കോള്, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്ന ഒരു ഫോൺ കോൾ അന്നേരം വരും. അതുകൊണ്ട് എനിക്ക് വല്ലാതെ സങ്കടമായി പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ബാക്കിയുള്ള മനുഷ്യർക്ക് സങ്കടമാവില്ല, അല്ലെങ്കിൽ കുർബാനയുടെ അവസാനം പറഞ്ഞേനെ. പക്ഷെ ഇന്ന് ഞാൻ പറയുക ഇത്, ഹല്ലേലൂയ. കുർബാനയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം കുർബാനയ്ക്ക് കൊടുക്കണം മക്കളെ. അത് ഈശോയ്ക്ക് കൊടുക്കുന്ന ആദരവാണ് മക്കൾ. അത് ദൈവഭക്തിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. ഒരു ചേച്ചി രാവിലെ പറഞ്ഞ വേറൊരു സാക്ഷി ഭയങ്കര രസമാണ്. ഇന്ന് 5-6 സാക്ഷി ഉണ്ടായിരുന്നു വിമലേരിയിൽ. ആ ചേച്ചിയുടെ ചെവിക്കാത്തൊരു അസുഖമാണ്. ഈ ചേച്ചി പറയണേ, ഞാൻ എത്ര താമസിച്ച് വന്നാൽ ഞാനൊരു 10 മിനിറ്റ് ഞങ്ങൾ കുർബാനയുടെ മുമ്പിൽ കയറിയോ ആരാധന ചാപ്പലിൽ കൂട്ടിയിട്ടേ പോകത്തുള്ളൂ. ഈ ചേച്ചിയുടെ ചെവിക്കതോടെ പഴുപ്പ് വന്നുകൊണ്ടിരിക്കുക. ഈ നൊവേന പുസ്തകം എടുത്തൊക്കെ ഇങ്ങനെ ചെവി വെച്ചുകൊണ്ടിരുന്നു ചേച്ചി. നൊവേന പുസ്തകം എടുത്ത് ഇങ്ങനെ ചെവിയിലോട്ട് വെച്ചുകൊണ്ടിരിക്കുക. ഇത്രയും ബോധമില്ലാത്ത മനുഷ്യരുണ്ടോ ലോകത്ത്? നൊവേന പുസ്തകം എടുത്ത് ചെവി വെച്ചുകൊണ്ടിരിക്കുക. ചെവി തന്നെ പോകത്തില്ല. ചെവി പഴുത്തു കുഴുത്തു. 2-3 ഒരു ഡോക്ടറെ കുത്തിപ്പറിച്ച് അതെല്ലാം കുളവാക്കി. അടുത്ത ഡോക്ടറെ അടുത്ത് ചെന്നു സ്കാൻ ചെയ്തപ്പോൾ ഡയഫ്രം പൊട്ടി കിടക്കുക. ഡയഫ്രം പൊട്ടി പഴുപ്പും വെള്ളം കൊണ്ട് ചെവിക്കാത്തോടെ ഊർന്നുകൊണ്ടിരിക്കുക. നല്ല ബുദ്ധിയുള്ള ചേച്ചി ആയതുകൊണ്ട് ചേച്ചി വിചാരിച്ചു ഇനി ഈ പഴുപ്പ് തലച്ചോറിലോട്ട് കയറും, പിന്നെ ഞാൻ മരിച്ചും പോകും. എൻ്റെ പൊന്നു മക്കളെ, ഡോക്ടർ ഇത് കഴിഞ്ഞിട്ട് ഡോക്ടറിന് മരുന്ന് കൊടുത്തു. എന്തോ പരിപാടിയൊക്കെ ചെയ്ത് സർജറിയോ എന്നാന്ന് എനിക്കറിയില്ല.
ഡോക്ടർ ചുരുങ്ങിയത് 1 കൊല്ലം എടുക്കും ഇത് സുഖപ്പെടാൻ. ചേച്ചി കിടക്കുന്നത് ഇങ്ങനെയാ, പുണ്യാളനെ എടുത്തത് ചെവി വെച്ചുകൊണ്ട് തലയ്ക്ക് വെച്ചുകൊണ്ട് കിടക്കുന്നത്. 10 ദിവസം കൊണ്ട് അവരുടെ ചെവി സുഖപ്പെടുക. ഡോക്ടറെ കാണാൻ പോയി, ഇന്ന് പറഞ്ഞതാ അവിടെ ചേട്ടാ എന്ന് പറഞ്ഞതാ. ആ ചേച്ചി ഡോക്ടറെ ചോദിച്ചെന്ന്, നിങ്ങൾ നാഗപ്പടമ്പള്ളി പോകുന്നുണ്ടല്ലേ എന്ന്. ഡോക്ടർ എടുത്ത വായിക്ക് ചോദിച്ചു, ഇന്ന് രാവിലെ പറഞ്ഞ സാക്ഷ്യമായത്. ആ ഡോക്ടർ പാമ്പാടിയിലും കണ്ടുള്ള ഡോക്ടർ, എനിക്കറിയില്ല ഏതാണെന്നൊന്നും. നിങ്ങൾ നാഗപ്പടമ്പള്ളി പോകുന്നുണ്ട്, ഇതൊരു അത്ഭുതമാണെന്ന് അയാൾ പറഞ്ഞു. കാരണം മിനിമം 3 മാസം അല്ലെ 6 മാസം എടുക്കാതെ ഇത് ഉണങ്ങുന്നത്. നോക്കി, ചെവി പൊട്ടിയത് 10 ദിവസം കൊണ്ട് ഉണങ്ങുക മക്കളെ. ചെവിയുടെ ഡയഫ്രം പണ്ട് ഈ തബലെന്ന് പറഞ്ഞ സാധനമൊക്കെ കൂട്ടുന്നതാണ്. തബലയും പിന്നെ ട്രിപ്പിള്, അതിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ടില്ലേ. ചെവിയുടെ ഡയഫ്രം അങ്ങനെയാണ്. ഈ സാധനം പൊട്ടി പഴുത്തൊഴുകുക കുറച്ച് നാളായിട്ട്. ഇൻ 10 days ചെവി വെച്ചതിന് ഗുണം കിട്ടിയോ? ചെവി വെച്ചതിന് ഗുണം കിട്ടിയോ? 1 കൊല്ലം ചെവി കേൾക്കാതെ നടക്കേണ്ടതിന് പകരം ഹല്ലേലൂയ, ഒരു നൊവേന പുസ്തകം എപ്പോഴും കൈ വേണം കേട്ടോ. പുണ്യാളന്റെ കലണ്ടർ തീരുകയാണ്, ആവശ്യമുള്ളവർ പോയി വാങ്ങിച്ചോണം. നമ്മൾ ഒരത്ഭുതം ഉണ്ടോ? നീ വിശ്വസിക്കുന്നിടത്തൊരു അത്ഭുതമുണ്ട്. കുറച്ച് കലണ്ടറും കൊണ്ട് അത് ഈ ദിവസങ്ങൾ വിറ്റ് എടുക്കുക, വാങ്ങിക്കാനൊന്നെങ്കിൽ ഈ വർഷം ഒരു അനുഗ്രഹമാണെങ്കിൽ അതിലൊരു ഡേറ്റ് എഴുതി നിങ്ങൾ പ്രാർത്ഥിച്ചു. കുറച്ച് കലണ്ടറും കൊണ്ട് അത് ഇപ്പം തീർന്നു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഈ കലണ്ടർ നമ്മൾ അടിക്കത്തില്ല. ഇനി അടുത്ത കൊല്ലത്തെ കലണ്ടർ, അതുകൊണ്ട് ആവശ്യമുള്ളവർ വാങ്ങിച്ചു വെച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ വളരെ ഫണ്ണിയായിട്ട് തമാശയായിട്ട് തോന്നത്തില്ലേ? തമാശയായിട്ട് തോന്നത്തില്ലേ? എന്തിനാ തമാശ തോന്നുന്നത്? കർത്താവ് വന്ന് കണ്ണുപൊട്ടം വന്നപ്പോ എന്നാ ചെയ്തത്? അവനെല്ലാം തുപ്പി നിലത്ത് തുപ്പിയിട്ട് മണ്ണ് വാരി കണ്ണെ പരട്ടി കൊടുക്കുക. അതിനകത്ത് തമാശ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറയുക, ഞാൻ ജീവന്റെ അപ്പം. നോക്കി മക്കളെ, എനിക്കതിൻ്റെ കടന്നങ്ങോട്ട് പോകാൻ പറ്റണില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നത്. ഞാനാണ് ജീവന്റെ അപ്പം. എന്തോരം വേണം ധ്യാനിച്ചോ. കുടുംബത്തിൻ്റെയൊക്കെ ജീവൻ പോയവരൊക്കെ ഇല്ലേ? കഴിഞ്ഞ ദിവസം ഒരാൾ ഫോൺ വിളിച്ച് പറയുക, ഞങ്ങളങ്ങ് തീരാൻ പോവച്ചോ, ഞങ്ങളങ്ങ് തീരാൻ പോവുക. എന്നാ ആത്മഹത്യ? അമ്മയും മക്കളെല്ലാം കൂടെ ആത്മഹത്യ ചെയ്യുക. ചേട്ടൻ്റെ കയ്യിലിരിപ്പ, കുടുംബം നോക്കത്തില്ല, തോന്നിയാസവും ജീവിക്കും. നാണം കേട്ടാച്ചോ ഞങ്ങൾ ജീവിക്കുന്നത്. പ്രാർത്ഥിച്ച് ഞങ്ങൾ മടുത്തു, നൊവേനയൊല്ലും മടുത്തു, അന്തോണി സഭയുടെ പള്ളിയും വന്ന് മടുത്തു. ഞങ്ങളങ്ങ് തീരുവച്ച, ഞാനാണ് ജീവന്റെ അപ്പൻ. ഞാനാണ് ജീവന്റെ അപ്പൻ. ഹല്ലേലൂയ. ഞങ്ങളെ നിനക്ക് ജീവൻ, നിന്റെ കുടുംബ ജീവിതത്തില്, നിന്റെ മാനസിക വ്യാപാരങ്ങളില്, നിന്റെ വികാരങ്ങളില്, നിന്റെ വിചാരങ്ങളില്, നിന്റെ ഒറ്റപ്പെടലുകളിൽ, നിന്റെ സങ്കടങ്ങളില് നിനക്ക് ജീവപകരം കഴിയുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം തൊട്ട് പെട്ടെന്ന് വായിച്ചു പോകണമല്ലോ. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കില്ല. കർത്താവിനെ വിളിക്കുന്നതിന് പിന്നെ ഒന്നും ചോദിക്കാനില്ലെന്നേ. അങ്ങനെ നിറവുണ്ട് മക്കളെ. A satiating experience, a satisfying experience. തൃപ്തി തരിക. അപ്പച്ചൻ പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് സങ്കടം വന്നിട്ടില്ല. പിന്നെ ക്യാൻസർ ഉണ്ട്, അദ്ദേഹം പോയി കീമോയും റേഡിയേഷനൊക്കെ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. 40 കീമോ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു. ഹല്ലേലൂയ. മക്കളെ, ജീവിതത്തിന് ബലമാണ് കൊച്ചെ. നീ തളർന്നിരിക്കുന്ന സമയത്ത് നിനക്ക് ശിരസ് ഉയർത്തി നിൽക്കാൻ തോന്നുക. നീ തോറ്റ് തുന്നമ്പാടി എന്ന് തോന്നുമ്പോൾ നിനക്ക് എഴുന്നേറ്റ് ഒന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി തോന്നുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നെവർ അബാൻഡൻ മക്കളെ, ഒരിക്കലും ഉപേക്ഷിക്കുക. നിങ്ങൾ ആരംഭിച്ച യാത്ര, നിങ്ങളിൽ ഈ സൽകൃത്യം ആരംഭിച്ചവൻ, അത് നിങ്ങൾ ഗലാത്യ ലേഖനത്തിലല്ല അങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങളിൽ ഈ സൽകൃത്യം ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ ഇത് കേൾക്കണം. ഒരു യുവാവ് പ്രാർത്ഥിക്കാൻ വന്നു. അവന് ഉന്നത വിദ്യാഭ്യാസമാണ്. അവനോട് വെച്ചാൽ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാനായിരുന്നു ടോപ്പർ, 1ാം സ്ഥാനത്തായിരുന്നു ഞാൻ. കോളേജിൽ പഠിച്ചപ്പോൾ ഞാനായിരുന്നു ടോപ്പർ.
എംടെക് കഴിഞ്ഞപ്പോൾ എംടെക്കിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു എനിക്ക് മാത്രം നല്ല ജോലി കിട്ടിയില്ല. 2-3 തോറ്റ് പരീക്ഷ ചെയ്തവന്മാരെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പച്ച ഇവരിങ്ങനെ വല്ലാതെ ഇവന് ഡിപ്രഷനാന്ന് പറഞ്ഞ് ഇവൻ്റെ പേരൻസ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുക. ഒരിക്കലും പള്ളി വരാത്ത, ഒരിക്കലും വെളിയിൽ ഇറങ്ങാത്തവനെ മാതാപിതാക്കളെ കണ്ണീരും പ്രാർത്ഥനയും കൊണ്ട് അവനെ പതുക്കെ പള്ളി കൊണ്ടുവന്നു. എൻ്റെ അടുത്ത് വന്ന് ഞാൻ അത്ഭുതമായി. കൊച്ചൊരു ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ നിന്നും വർത്താനം പറയുന്നോട് തോറ്റുപോയവനാച്ചാ. എനിക്ക് ആരുമില്ല, എന്നെ അംഗീകരിക്കാൻ ആരുമില്ല. ഇവൻ്റെ കുടുംബം മുഴുവനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. ഇവനത് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, പൊന്നൂട്ടാ നിനക്ക് ഈ ആഴ്ചയിലെ അടുത്ത ആഴ്ച ഒരു ജോലി കിട്ടും. എന്ത് ജോലിയാണെന്ന് നീ ആ ജോലിക്ക് പോകണം. അവിടുന്ന് നീ ആരംഭിക്കാൻ പോകുന്നു, നിന്റെ ജീവിതം ആരംഭിക്കാൻ പോകുന്നു. നീ ഇപ്പം പോയി കുമ്പസാരിക്കാൻ നോക്ക്. കുമ്പസാരിച്ച് ഇന്ന് മുതൽ 13 നൊവേന ആരംഭിച്ചു. ഒരാഴ്ച മാക്സിമം 13 ദിവസം അല്ലെ അതിനുള്ളിൽ നിനക്ക് ജോലി കിട്ടും. എന്ത് ജോലി കിട്ടിയാലും നീ പോകണം. ആ ജോലിയിൽ നിന്ന് നീ ഉയരാൻ പോവുക. ഹല്ലേലൂയ. ഞങ്ങളെ അത്ഭുതപ്പെട്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ഡിഫിക്കൽട്ട് ഗൈ ആയിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ വളരെ കൊച്ചിനോട് വർത്താനം പറയുന്ന പോലെ പിന്നെ അമ്മേനോട് പറഞ്ഞത് ഞാൻ ഇവനെ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുക. ചിലതൊക്കെ കൊലകൊമ്പന്മാരില്ല, അവന്മാർ വന്ന് ഇടിച്ച് നമ്മൾ തകർക്കുന്ന ടൈപ്പ് ചില പിള്ളേർ വരാറുള്ളൂ ചില സമയത്ത്. അപ്പം അങ്ങനെ ഒരു തന്നെ പ്രതീക്ഷിക്കും. ഒരു കുഞ്ഞാടിനെ പോലെ ഇവൻ വന്നിരിക്കുക. ഇവൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാം, ഞാൻ കുമ്പസാരിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, ഏത് ജോലി കിട്ടിയാലും ഞാൻ പൊക്കോളാം. അച്ഛാ എനിക്ക് രക്ഷപ്പെടണം. ഞാൻ പറഞ്ഞു, മോനെ നീ ഇത്രയും പറഞ്ഞല്ലോ, നീ രക്ഷപ്പെടാൻ പോവുക. ഹല്ലേലൂയ. അവന്റെ അടുക്കൽ രക്ഷയുണ്ട് മക്കളെ. അവന്റെ അടുക്കൽ വിടുതലുണ്ട്. അവന്റെ അടുക്കൽ കാരുണ്യമുണ്ട്. അവന്റെ അടുക്കൽ പരിഗണനയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അടുക്ക നിങ്ങൾ കുർബാനയുടെ പോയിരുന്നേ. സത്യമായിട്ട് ഞാൻ കാണാറുണ്ട് ചില മക്കള് കുർബാനയുടെ അടുക്ക വന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ഞാൻ കാണാറുണ്ട്. ഇങ്ങനെ ആനന്ദിക്കുക, അവർ ഹൃദയത്തിൽ ഇങ്ങനെ ആനന്ദിക്കുക. ഹല്ലേലൂയ. ഈ പകലൊക്കെ വന്നിരിക്കുക, ജയിച്ചുമാൻ ഇങ്ങനെ വന്നിരിക്കുന്ന കാണാം. പകല് അങ്ങ് വന്നിരിക്കുക, രാത്രിയിൽ ഇപ്പം വരാനിച്ച പാടൊക്കെ ആയിരിക്കും. നമുക്ക് 24 മണിക്കൂറുണ്ട് ആരാധന. അങ്ങനെ അവരിങ്ങനെ വന്ന് ഇരിക്കുക, ഇങ്ങനെ മണിക്കൂറുകൾ വന്നിങ്ങനെ ഇരിക്കുക. അതൊരു അഭിഷേകമായിട്ട് മാറിയിരിക്കുക. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കില്ല. ഇഫ് യു കം നിയർ മീ, തമ്പുരാന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും അല്ല വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല. ഞങ്ങളെ വിശ്വസിച്ച് തുടങ്ങി എന്നൊരു ദാഹം മാറൂടെ വെച്ചേ. നീ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നവൻ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നവൻ കർത്താവിനെ അവന്റെ റിക്വസ്റ്റുകളൊക്കെ അവിടെ തീരുക. എന്നിൽ വിശ്വസിക്കുന്ന എനിക്കത് ബൈബിളിലെ ഏറ്റവും മനോഹരമാക്കിയതാണ്. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുക. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പും ദാഹമാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് പതുക്കെ ഒന്ന് വിശ്വസിച്ച് തുടങ്ങിക്കുക മക്കളെ. പതുക്കെ ഒന്ന് വിശ്വസിച്ചോ. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് രാവിലെ വേറൊരു മകള് സാക്ഷ്യം പറയുന്നത് കേട്ടു. അവള് വിദേശത്ത്, ഏത് രാജ്യമൊന്നും എനിക്കറിയത്തില്ല. അവിടെ ചെന്നു ജോലിയൊന്നും കിട്ടാതെ നിൽക്കുക. കണ്ട അവളാകപ്പാടെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തിരിച്ചു പോരാൻ വേണ്ടി അമ്മയും അപ്പനും സഹോദരങ്ങളെല്ലാം ഭയങ്കര പ്രാർത്ഥനയാണ്. അവളുടെ വീസ തീരുക. അവൾ തിരിച്ചു വരല്ല, എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി, വീസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? വീസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട തലേ ദിവസം അവൾക്കൊരു ഫോൺ കോൾ കിട്ടുക, അവൾക്കൊരു ഇൻ്റർവ്യൂ കിട്ടുക, അവളെ ഒരു ജോലിയിലേക്ക് വിളിക്കുക. ഇനി കേൾക്കണോ? അവൾ പറയുക, ആ കമ്പനിക്കാർ പറഞ്ഞു, മോളെ നീ 2 ആഴ്ച തന്നെ വീട്ടിൽ പോകും. 2 ആഴ്ച കഴിയുമ്പോൾ നിന്റെ പേപ്പറുകൾ മുഴുവൻ റെഡിയാകും, നിനക്ക് തിരിച്ചു വരാൻ പറ്റും. അവള് പറയാ, കൊതിച്ചിരിക്കുകയാണ് എനിക്കത് വീട്ടിൽ പോകാൻ. എങ്ങനെ വീട്ടിൽ പോകാൻ പറ്റുന്നത്? വീട്ടിലെ പൈസ വാങ്ങിച്ചോട്ടെ വന്നിരിക്കുന്നത്. ഗൾഫിലാന്ന് തോന്നുന്നു, ഗൾഫിലെയാ. ഈ ടൂറിസ്റ്റ് വിസ എടുത്ത് വന്നിരിക്കുക, വീട്ടുകാരുടെ ചെലവിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുമോ? അതേപോലെ കമ്പനി ചെലവില് എല്ലാ കാര്യങ്ങളും നടത്തി അവള് ഇന്ന് വന്നിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഈ ആഴ്ച അടുത്ത ആഴ്ച അങ്ങോട്ട് അവള് തിരിച്ചു പോവുക. ഹല്ലേലൂയ. ദൈവത്തിന് വിസ്മയമുണ്ടോ മക്കളെ? നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൊതിയായിട്ട് മാറണം. തമ്പുരാന്റെ അടുത്ത് വരുന്നത് ഒരു ആക്രാന്തമായിട്ട് മാറണം മക്കളെ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഒരു എന്നാ പറയണേ, കർത്താവ് നിന്റെ ഒരു എന്നാ പറയണേ, എനിക്കറിയത്തില്ല വാക്കില്ല. ഹല്ലേലൂയ. 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 കൊതിയ കർത്താവിനെ കാണാൻ, നിനക്ക് കൊതിയ കർത്താവിന്റെ കൂടെ ഇരിക്കാൻ. എൻ്റെ അടുത്ത് മനുഷ്യന്മാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് ചാപ്പലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഈശോയും മാത്രം ഒറ്റയ്ക്ക് ചാപ്പലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഈശോയോട് വർത്താനം പറയണം. ഈശോ എന്നെ മാത്രം കേൾക്കണം. ഞാനപ്പോൾ ഒച്ചത്തിൽ പ്രാർത്ഥിക്കും, ഞാനപ്പോൾ ഒച്ചത്തിൽ അവിടെ ഇരുന്നിട്ട് പാടും. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ആരാധനാ ചാപ്പലിൽ ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ചിലർ പാട്ട് പാടുന്നത്. താളം മേളമൊന്നുമില്ല കേട്ടോ, പക്ഷെ ആ പ്രാർത്ഥനയ്ക്കൊരു ആ പാട്ടിനൊരു അഭിഷേകമുണ്ട്. ചില യജമാനി ഇങ്ങനെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ഒച്ചത് ഞാൻ ആരാന്നൊക്കെ വിചാരിച്ച് പതുക്കെ ചെല്ലുമ്പോൾ ഒരു ചേച്ചി ഒറ്റയ്ക്കാണ്. നമ്മൾ ചെന്ന പാടെ മൈക്ക് ഓഫ് ആയിപ്പോയി. എനിക്ക് സങ്കടം ദൈവമേ, ഞാൻ കാരണം അതിൻ്റെ പ്രാർത്ഥന മുടക്കേണ്ട കാര്യം. ദൈവങ്ങളെ, കർത്താവ് നിന്റെ ഒരു കൊതിയായിട്ടൊക്കെ മാറട്ടെ. കർത്താവ് നിന്റെ ഒരു അഭിഷേകമായിട്ട് മാറും. ഹല്ലേലൂയ. ഓബാകളെ അവനെ വിശ്വസിക്കാൻ ദാഹിക്കില്ല. നീ കണ്ടോ, നിനക്ക് കുടിക്കാൻ നിറച്ചു തരും അവൻ. നിന്നെ തൃപ്തിയാക്കുവോളം നിനക്ക് അവൻ തരും. ഇന്ന് രാവിലെ എല്ലാവർക്കും ഒരു മരവിപ്പോ ക്ഷീണമോ ഒന്ന് ഒച്ചത് ഹല്ലേലൂയ പറഞ്ഞേ. പുറയിലൊന്നും കയ്യും കാലും പോലും ഒന്നും ഉയരുന്നില്ല. എല്ലാം കയ്യൊക്കെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഹല്ലേലൂയ വിളിച്ചേ. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് രോഗങ്ങളുള്ള കാലമാണ്. അവിടെ ഇടയ്ക്ക് കയ്യൊക്കെ പൊക്കി കാണിച്ച് ഞാൻ സ്ട്രോക്ക് അടിച്ചിരിക്കുവാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് കയ്യൊക്കെ പൊക്കി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ പിന്നെ സ്ട്രോക്ക് വരത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. നമുക്കൊരു ഗുരുത്തക്കേടുണ്ട് കേട്ടോ ഈ പുണ്യാളൻ്റെ പള്ളി വരുന്നവർക്ക്. കർത്താവ് പണ്ട് പറഞ്ഞ കഫർനാമേ നീ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടു എന്നൊന്നും ചോദിക്കുന്നത് വാക്കില്ല. അത് വായിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ളത്രയും കർത്താവിനെ കണ്ടിട്ടുള്ള ആരാ ഉള്ളത്? നമ്മൾ കേട്ടിട്ടുള്ളിടത്തോളം അത്ഭുതങ്ങൾ കേട്ടിട്ടുള്ള വേറെ ആരാ മക്കളെ ഉള്ളത്? എല്ലാ ചൊവ്വാഴ്ച ഇവിടെ മക്കൾ വന്ന് നിരന്ന് നിൽക്കുക. ഹല്ലേലൂയ. എന്തിനാണ് മക്കൾ നിരന്ന് നിൽക്കുന്നത്? നമ്മുടെ തന്നെ വ്യക്തി ജീവിതത്തില്, ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും. ഞങ്ങൾ ഈ പള്ളി വരുന്നവരെ പറ്റിയൊക്കെ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. ഈ ധ്യാനിപ്പിക്കാനും കൺവെൻഷനും ഒക്കെ പോകുമ്പോൾ എനിക്കിപ്പോൾ സങ്കടം തോന്നാറില്ല. ആൾ കൂടിയാലും കുഴപ്പമില്ല, ആൾ കുറഞ്ഞാലും കുഴപ്പമില്ല. പിതാവ് ആഗ്രഹിച്ചവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ഈ പ്രഭാത ശുശ്രൂഷയിൽ പിതാവ് ആഗ്രഹിച്ചവരൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. നിങ്ങൾക്ക് പിടികിട്ടിയോ ഞാൻ പറഞ്ഞത്? കർത്താവ് നിങ്ങളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത് നിങ്ങളെ കൊണ്ടുവന്ന കർത്താവാണ്. നിങ്ങളെ കൈക്ക് പിടിച്ച് ഇന്ന് ശുശ്രൂഷയിൽ കൊണ്ടുവന്ന് നിർത്തിയ കർത്താവാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തോ തരാനുണ്ട് കർത്താവിന്. ഏതൊരു അഭിഷേകം തരാനുണ്ട്, ഏതോ അനുഗ്രഹം തരാനുണ്ട്. നിങ്ങളുടെ മക്കൾ എവിടെയോ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയോ ഒരു അപകടത്തിൽ രക്ഷപ്പെടാൻ പോവുക. ഹല്ലേലൂയ. 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 പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. അവന് വീട് വിൽക്കാം. ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു, എന്നെ കൊച്ചു വരുമെന്നേ, ഇത്തിരി താമസം ഉണ്ടെന്നേ ഉള്ളൂ. അവൻ വരും, അവൾ വരും ഇവിടെ. അവനും അവൾക്ക് ഇവിടെ വരാതിരിക്കാൻ പറ്റത്തില്ലെന്നേ. ഞാൻ കാണാറുണ്ട് മകളെ, ഞായറാഴ്ചയൊക്കെ കൊണ്ടുവന്ന് ചിലരൊക്കെ പുറകോട്ട് കയ്യും കെട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം. ബലം പിടിച്ച് മസിൽ പിടിച്ച് നിൽക്കുക. അമ്മയുടെ കണ്ണിൽ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടു. 3 പിള്ളേരെയും കൂട്ടിയൊരു അമ്മ 3 മണിക്ക് അങ്ങാണ്ട് എഴുന്നേറ്റ് വന്നിരിക്കുക അങ്ങാണ്ട് ഒന്ന്. പറഞ്ഞു, ഇന്ന് ഞങ്ങൾ വന്നില്ലെങ്കിൽ ഇന്നൊരു തീരുമാനമാക്കും, ഇന്ന് ഞങ്ങൾ പോയി ബച്ചലം കണ്ടോണം. കെട്ടിയോനെ 3 പിള്ളേരെ വിളിച്ചുകൊണ്ട് ജയിച്ചു വന്ന് നിൽക്കുക. ഞാനങ്ങനെ വേണേ വരത്തില്ലായിരുന്നു. ആ പിള്ളേർ പാവങ്ങളായതുകൊണ്ട് ഉച്ചക്ക് 1 മണിയായി. വെളുപ്പിന് വന്നവനാ നിൽക്കുന്നത്, 1 മണിക്കാണ് കാണാൻ നിൽക്കുന്നത് പറ്റുന്നത്. ഈ പിള്ളേർ നിൽക്കുക. ഞാൻ ഇപ്പം എൻ്റെ പൊന്നി ചേച്ചി വിഷമിക്കണ്ട, ഇവന്മാർ ഇത്രയും നേരം നിന്നെങ്കിൽ ഇവന്മാർ അനുഗ്രഹം വാങ്ങിച്ചോണ്ടി പോകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറപ്പിക്കണമെന്നേ, നിങ്ങൾ ജനിപ്പിച്ച കുഞ്ഞിലെ ദൈവത്തിന്റെ ആത്മാവുണ്ട് നിങ്ങൾ അറിയണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ ആ കുഞ്ഞിന്റെ മേൽ അഭിഷേകമാകുന്നത് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. 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 പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും. ഇനി കേട്ടോ, എൻ്റെ അടുക്കൽ വരുന്നവനെ
ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. നമുക്ക് കുറച്ച് സെലക്ടഡ് കൂട്ടുകാരില്ലേ, കുടുംബത്തിൽ കാശുള്ളവരൊക്കെ നമ്മുടെ കൂട്ടുകാരാ. പാവപ്പെട്ടവരൊക്കെ നമ്മൾ കല്യാണം പോലും വിളിക്കത്തില്ല അവരെ. എൻ്റെ അടുക്കൽ വരുന്നവൻ, എന്തൊരു വാക്യം മക്കളെ ഇത്. 1000 തവണ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങും. 1000 തന്നെ ഒരു 10 തവണ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങും. ഈശോ പറഞ്ഞ വാക്ക് കേട്ടില്ലേ? എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ നീ കള്ളനോ കൊലപാതകയോ വ്യഭിചാരിയോ തോന്നിയാസിയോ താന്തോന്നി, എനിക്കറിയില്ല, ഇനി വാക്ക് എനിക്കറിയത്തില്ല വേറെ. എൻ്റെ അടുക്കൽ എൻ്റെ ദൈവമേ, എന്തൊരു ദൈവമായത്, എന്തൊരു ദൈവമായത്, എന്തൊരു ദൈവമായത്. അവന്റെ അടുക്കൽ വരുന്നവനെ ഒക്കെ അവൻ കയറ്റി മേശപ്പുറത്തിരുത്തി അവന്റെ ശരീരം, ഞാനാണ് ജീവന്റെ അപ്പം. ദൈവമക്കളെ, ഇതിന്റെ ഈ സമയത്ത് ഇരുകരങ്ങളും തമ്പുരാന്റെ പക്കലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് ജീവന്റെ അപ്പമായ ക്രിസ്തു നിനക്ക് വിളമ്പി തരുതി ആരുമായിക്കൊള്ളട്ടെ. നീ നിന്നെ പറ്റി ചിന്തിക്കണ്ട കൂട്ടാ, നീ നിന്നെ പറ്റി ചിന്തിക്കണ്ട, നിന്റെ അവസ്ഥയെ പറ്റി ചിന്തിക്കണ്ട. നീ നിന്റെ ദൈവത്തെ പറ്റി ഓർത്താ മതി, നിന്റെ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി ഓർത്താ മതി, ദൈവത്തിന്റെ വാക്ക് ഓർത്താ മതി, ദൈവത്തിന്റെ കാര്യം ഓർത്താ മതി. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയ